അതിശൈത്യമുള്ളൊരു രാത്രിയിൽ നഗരവീഥിയിലൂടെ നടന്നു പോകുന്ന ധനികനായൊരു മനുഷ്യനുണ്ടായിരുന്നു. പൊടുന്നനെയാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത്. നഗരവീഥിയിൽ അതാ വൃദ്ധനായൊരു മനുഷ്യൻ ഒരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ ആ തണുപ്പ് മുഴുവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ധനികനായ മനുഷ്യൻ ആ വൃദ്ധനോട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഈ തണുപ്പിനെ ഒരു കമ്പിളിപ്പ് പുതപ്പ് പോലും ഇല്ലാതെ അതിജീവിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ വർഷങ്ങളായി ഈ തണുപ്പ് മുഴുവൻ, ഈ ശൈത്യമെല്ലാം ഞാൻ ഈ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെനിക്ക് പതിവാണ്. എൻ്റെ മനസ്സ് സദാ അതിന് സന്നദ്ധവുമാണ്. അപ്പോൾ ഈ ധനികനായ മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ താങ്കൾക്കൊരു കമ്പിളി പുതപ്പ് സമ്മാനിക്കട്ടെ. ഈ വൃദ്ധൻ സന്തോഷത്തോടു കൂടി ആ വാഗ്ദാനം സ്വീകരിക്കുന്നു. അങ്ങനെ പുതപ്പെടുക്കാനായി ധനികനായ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കിലേക്ക് മുഴുകി. അദ്ദേഹം ഈ വൃദ്ധനെ മറന്നു. പിന്നീട് പ്രഭാതത്തിൽ അദ്ദേഹം ഈ വൃദ്ധനെ പൊടുന്നനെ ഓർക്കുകയാണ്. അദ്ദേഹം തിരക്കിട്ട് ഈ തെരുവീതിയിലേക്ക് വരികയാണ്. അവിടെ അദ്ദേഹം കണ്ട കാഴ്ച മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അതോടൊപ്പം ഒരു ചെറിയ കുഞ്ഞു കടലാസിൽ അദ്ദേഹം ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ധനികനായ മനുഷ്യന് വേണ്ടി. അതിൽ എഴുതിയത് ഇങ്ങനെയാണ്: താങ്കൾ പ്രതീക്ഷ തന്ന ആ നിമിഷം ഈ അതിശൈത്യത്തെ അതിജീവിക്കാനുള്ള എൻ്റെ മനസ്സിൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു. അതോടെ ഞാൻ ഈ തണുപ്പിന് കീഴടങ്ങുകയാണ്. നിറവേറ്റാൻ പറ്റാത്ത ഒരു വാഗ്ദാനം പോലും നിങ്ങൾ ഇനി ആർക്കും കൊടുക്കരുത്. ആ വാഗ്ദാനത്തിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത് പ്രതിരോധ ശേഷിയാണ്, മനസ്സിന്റെ കരുത്താണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീർ സ്റ്റോറീസ്. താങ്ക് യു.